ഹലോ ഗൈസ്, എസ് കെ വ്ളോഗ്സിലേക്ക് സ്വാഗതം. ഇന്ന് ഞങ്ങൾ ഉണ്ടാക്കാൻ പോകുന്ന കപ്പയും കക്കയിറച്ചിയും കൂടി കുഴച്ചൊരു കോംബോയാണ്. ഇത് അമ്മയാണ് ഇണക്കുന്നത്. ഇതാണ് സാധനം. അപ്പോൾ നമുക്ക് ഇത് ഇണക്കാൻ വേണ്ടി നേരെ അടുക്കളയിലോട്ട് പോവാം. സന്തോഷം. നമ്മൾ ഇന്ന് കക്കയിറച്ചിയും കപ്പയും കൂടി തേങ്ങ ഒതുക്കിയിട്ടെടുക്കുന്ന ഒരു പരിപാടിയാണ് ചെയ്യാൻ പോകുന്നത്. അതെ, കക്കയിറച്ചിയുടെ പള്ളക്ക് കുറച്ച് അഴുക്കുകളുണ്ട്, അത് എടുക്കുകയാണ്. അതെടുത്തതിൻ്റെ ശേഷം മാത്രമേ കഴുകി പിഴിഞ്ഞെടുക്കാവുള്ളൂ, അല്ലെങ്കിൽ ക്ലീൻ ചെയ്യണം. ക്ലീൻ ചെയ്യണ പരിപാടിയാണിത്. ഇത് അഴുക്ക് കണ്ട. അതെ, നമ്മൾ ചെയ്യുന്നത് ഇതേപോലെ വിനയത്തിനാണ്. ഹോട്ടലിലൊക്കെ ചെയ്യുക ഇല്ലെന്ന് അറിഞ്ഞുകൂടാ. നമ്മളിപ്പോൾ ഇത് നെക്കി ഇതിൻ്റെ അഴുക്ക് മൊത്തം എടുത്തതിൻ്റെ ശേഷം കഴുകി പിഴിഞ്ഞെടുത്താണ് തിളപ്പിക്കണത്. ഇങ്ങനെ കൊത്തി അരിയണം കേട്ടോ. കൊച്ചായിട്ട് കൊത്തി അരിഞ്ഞാൽ ഇത് ശരിയാവുള്ളൂ. ഇച്ചിരി മഞ്ഞപ്പൊടിയൊക്കെ ഇട്ട് നമുക്ക് വേവിക്കണം, ഉപ്പ് ഇട്ട്. കപ്പത ഇതിലേക്ക് കുക്കറിൽ വെക്കണം. കുക്കറിൽ വെക്കാൻ മാരി ഇടിയാണ്. 2 പച്ചമുളക് ഇട്ടിട്ടുണ്ട്. ബാക്കി കുരുമുളകും പെരുംജീരകവും എല്ലാം ചേർത്ത് കൊതുക്കണം. അപ്പം ഇതിപ്പോൾ കപ്പ അടപ്പത്ത് വെക്കട്ടെ. മഞ്ഞപ്പൊടി ഇടണം. ഇത്തിരി വെള്ളം ഒഴിക്കണം. ഒരു സ്പൂൺ ഇട്ടാൽ മതി. മഞ്ഞപ്പൊടിയൊക്കെ ചേർത്ത് കപ്പ അടപ്പത്ത് വെക്കാൻ പോവുകയാണ്. കറച്ചിയുടെ വെള്ളക്കിരുന്ന അഴുക്കുകളൊക്കെ എടുത്തതിൻ്റെ ശേഷം നമ്മൾ കഴുകി പിഴിഞ്ഞ് അടപ്പത്ത് മഞ്ഞപ്പൊടി ഉപ്പും ഇട്ട് തിളപ്പിക്കും. തിളപ്പിച്ചിട്ട് ആ വെള്ളം കളഞ്ഞതിൻ്റെ ശേഷമാണ് നമ്മൾ പിന്നെ ഈ കപ്പയുടെ അകത്തോട്ട് ചേർക്കണം. കപ്പയും തേങ്ങ ഒതുക്കിയൊക്കെ. അപ്പോൾ ഇതിപ്പോൾ അടപ്പത്ത് വെച്ച് ഒന്നുകൂടെ തിളക്കട്ടെ, എന്നാലേ ഈ ഉളുമ്പ് ചുവ മാറുകയുള്ളൂ. അതെ, 2 ഗ്ലാസ് വെള്ളം ഒഴിച്ചാണ് അടപ്പത്ത് വെക്കണത്. ഇതിൽ ഇച്ചിരി ഉപ്പിടണം. 1 സ്പൂൺ ഉപ്പിട്ട് കേട്ടോ. 1 സ്പൂണ് വേണ്ട, പകുതി. ഇച്ചിരി മഞ്ഞൾപ്പൊടി ഇട്ട് ഇത് അടപ്പത്ത് വെക്കാൻ പോവുകയാണ്. അതിൻ്റെ ശേഷം തിളച്ചതിൻ്റെ ശേഷം ഇത് ആറുമ്പോൾ വെള്ളം ഊറ്റി കളഞ്ഞിട്ട് നമുക്ക് കപ്പയുടെ അകത്ത് ചേർക്കാം. കപ്പയും കക്കയിറച്ചിയും കൂടെ ഇണക്കുന്നതിനുള്ള സാധനങ്ങളാണ് ഇരിക്കുന്നത്. പെരുംജീരകം, വെളുത്തുള്ളി, കുരുമുളക്, ലേശ ഉപ്പ്, പിന്നെ 1.5 മുറി തേങ്ങ, 1 കഷ്ണം ഇഞ്ചി, 5-6 കാന്താരി, 1 തണ്ട് വേപ്പില. ഇതെല്ലാം കൂടെ ഇപ്പം തന്നെ അരകല്ലിലാണ് ഒതുക്കുന്നത്. മിക്സിയിലല്ല ഒതുക്കുന്നത്, അരകല്ല് ഒതുക്കി ഇത് ഒരു ബോളായിട്ട് എടുത്തിട്ട് വേണം നമുക്കിത് വറയിലിട്ട്. അതിൻ്റെ ശേഷം കക്കയിറച്ചി ആ വറയിൽ കിടക്കണ ആ പീരയൊക്കെ ഒതുക്കുന്നതിൻ്റെ അകത്തായിട്ട് കക്കയിറച്ചി ചൊരിയും. അതിൻ്റെ ശേഷം നമ്മൾ ഈ വേവിക്കുന്ന കപ്പ അതിലേക്ക് ഇടും. അങ്ങനെയാണ് മിക്സ് ചെയ്തെടുക്കാൻ പോകുന്നത്. ആദ്യം വെളുത്തുള്ളിയും പെരുംജീരകം, അത് കഴിഞ്ഞ് കുരുമുളക്. ഇത് രണ്ടും കൂടെ ഒന്ന് ചായച്ചോട്ടെ.
ഇതാണ് നമ്മൾ കല്ലിൽ ഒതുക്കിയെടുത്ത പിന്നെ എല്ലാം കൂടി പീര എല്ലാം കൂടെ നമ്മൾ കല്ലിൽ ഒതുക്കിയെടുത്തതാണ്. കല്ലില്ലാത്ത ആൾക്കാർ മിക്സിയിൽ 2 അടി അടിച്ചാൽ മതിയാവും. ഇതിപ്പോൾ നമ്മുടെ നാടൻ കല്ല് നമ്മൾ ഒതുക്കിയെടുത്തതാണ്. തിളപ്പിക്കാൻ വെച്ചിരുന്ന കക്ക അടച്ച് തിളച്ചൊരു പകുതി വേവായിട്ടുണ്ട്. ഞങ്ങളത് ആ വെള്ളത്തിൽ നിന്ന് അഴുക്ക് വെള്ളത്തിൽ നിന്ന് മാറ്റിയെടുക്കുകയാണ്. ആ ഊള വെള്ളത്തിൽ നിന്ന് വേസ്റ്റുണ്ട്. ഇത് വറക്കുള്ളതാണ്. അതായത് എണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ചതിൻ്റെ ശേഷം ഇതെടുത്തിടും. ഇതിട്ടതിൻ്റെ ശേഷം മാത്രമേ ഈ ഒതുക്കി വെച്ച പീര ആ കല്ലിൽ ഒതുക്കി വെച്ചിരിക്കുന്നത് ഇടുള്ളൂ. എണ്ണ ഒഴിച്ച് കടുക് വറുക്കാൻ പോവുകയാണ്. കടുക് വറുത്തതിൻ്റെ ശേഷം മാത്രമേ ഈ വറക്കരിഞ്ഞത് ഇടുള്ളൂ. അരിഞ്ഞിട്ട് വേപ്പില ഇട്ട് നന്നായി ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കണം. എന്നിട്ട് വേണം ഇവിടെ മൂക്കട്ടെ. മൂക്കിൻ്റെ ശേഷം മാത്രമേ നമുക്ക് ഈ കൊടുത്ത് വെച്ചത് ഇടാൻ പറ്റുള്ളൂ. ഈ ഒതുക്കി വെച്ചത് ഇടുകയാണ്. പിന്നെ ഈ വേവിച്ച് വെച്ചിരുന്ന കക്കറച്ചി വേവിച്ച് വെച്ചിരുന്നത് ഇതിലേക്ക് ഇടുകയാണ്. ഇതൊന്നുകൂടെ വറയിലിരുന്ന് വേവട്ടെ. ഇത്തിരി എണ്ണ കൂടെ ഒഴിച്ചിട്ട് വറയിലിരുന്ന് ഒന്നുകൂടെ വേവട്ടെ. എന്നിട്ട് വേണം കപ്പ ചൊരിയാൻ. ഇറച്ചി ഒതുക്കി വെച്ച എല്ലാം കൂടെ ചേർത്തത് കക്കയിറച്ചി റെഡിയാണ്. അതിൻ്റെ പുറത്തോട്ട് കപ്പ വെക്കുകയാണ്. ഇതിപ്പോൾ കപ്പയും കക്കയിറച്ചിയും കൂടെ റെഡിയാക്കുന്നതാണ്. ഇനി ഇതിൻ്റെ പുറത്ത് ലേശം വേപ്പിലയും വെളിച്ചെണ്ണ ഒഴിച്ചാൽ മതിയാവും. അപ്പോൾ സംഭവം ഓക്കെ. ഇതിപ്പോൾ ഒരു കക്കയിറച്ചിയും കപ്പയും കൂടി ഒരു ബിരിയാണി ഇണക്കുന്നത് മാതിരിയാണ് ഇരിക്കുന്നത്. 4 മണിക്കുള്ള ഒരു ലഘുഭക്ഷണമായിട്ട് ഞങ്ങൾ ഇണക്കിയതാണ്. അപ്പം നമ്മൾ പാചകപ്പെടുത്തിയ സാധനം ഇവിടെ കോരുകയാണ് കേട്ടോ. അതെ, കപ്പയും കക്കയിറച്ചി ഇണക്കിയത് നമ്മൾ പാത്രത്തിലെടുക്കുകയാണ് രുചി നോക്കാനായിട്ട്.
സൂപ്പറാണ്. എന്നെ ഒന്ന് പഠിപ്പിച്ചു തന്നെ കേട്ടോ. സാധനം സൂപ്പറാണ്. നമുക്ക് 10 പേര് കൂടുന്നിടത്ത് ഇണക്കാം.